നമുക്ക് വേദയുടെ വിക്രത്തിന്റെ നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ? അതിനു മുമ്പ് ഒരു കാര്യം പറഞ്ഞോട്ടെ, വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ഹൈപ്പ് ചെയ്യാൻ മറക്കരുതേ. ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അങ്ങനെ നമ്മൾ കാണുന്ന ഒടുവില് വേദയും വിക്രം രാത്രിയായ സമയത്ത് ഗീവർഗീസിന്റെ വീട്ടിലേക്ക് പോകുന്നുണ്ട്. അപ്പൊ അവിടെ പോയി ജീപ്പൊക്കെ എടുത്തോണ്ട് അവിടെയൊക്കെ ഒന്ന് ചുറ്റി നടന്ന് ചുറ്റി അടിച്ച് കാണാനായിരുന്നു അവരുടെ തീരുമാനം. അങ്ങനെ ഒടുവില് ഗീവർഗീസിന്റെ അടുത്ത് പോയി ജീപ്പൊക്കെ മേടിച്ച് അവര് ഒന്ന് ചുറ്റി അടിക്കുവാണ്. കുറേ നാളുകൾക്ക് ശേഷമാണ് അവർ രണ്ടുപേരും ഒരുമിച്ചിങ്ങനെ ഒരു യാത്ര ചെയ്യുന്നത്. രണ്ടുപേരുടെ ഉള്ളിൽ സന്തോഷമുണ്ട്, അതോടൊപ്പം തന്നെ ഒരു വലിയൊരു സങ്കടം എന്ന് പറഞ്ഞാൽ സന്തോഷിന്റെ കാര്യം ഓർത്തിട്ടായിരുന്നു. വിക്രം വേദയോട് പറഞ്ഞു, ഞാൻ ചെയ്ത തെറ്റ് അതെനിക്ക് തിരുത്തണം വേദ, എനിക്ക് മനസ്സിന് വല്ലാത്തൊരു ബുദ്ധിമുട്ടുണ്ടെന്ന് പറഞ്ഞു. വേദ പറഞ്ഞു, എനിക്കും തോന്നുന്നുണ്ട് ഒരു പക്ഷെ അതാണോ നമ്മുടെ കുടുംബജീവിതം ഇങ്ങനെ ഒന്നും അല്ലാത്തടത്ത് ആയി നിൽക്കുന്നത്. കാരണം ഇതുവരെയായിട്ട് ഒരിടത്ത് സ്ഥിരമായിട്ട് നിൽക്കാൻ പറ്റിയിട്ടില്ല. കല്യാണം കഴിഞ്ഞെന്ന് പറഞ്ഞാലും കുറേ കാലം അവർ രണ്ടുപേരും തമ്മിൽ തല്ലി കഴിഞ്ഞു. പക്ഷെ ഇപ്പോഴാണ് ഒന്ന് അടുത്തിരിക്കുന്നത്. പക്ഷെ അങ്ങനെ അടുത്തെന്ന് പറഞ്ഞാലും കുടുംബക്കാരും ഇല്ലാതെ ഒറ്റപ്പെട്ട് കഴിയേണ്ട ഒരു അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കണേ. വിക്രം പറഞ്ഞു, ഒരു പക്ഷേങ്കിൽ ആ ശാപം എന്നെ പിന്തുടരുന്നുണ്ടായിരിക്കും, അതുകൊണ്ടായിരിക്കും നമുക്ക് ഇങ്ങനെയൊക്കെയെന്ന് പറഞ്ഞു. വേദ പറഞ്ഞു, വിക്രം ഞാൻ ഒരു കാര്യം പറയട്ടെ എന്ന് ചോദിച്ചു. എന്താ? അല്ല, ഈ ശ്രീലക്ഷ്മിയെ സന്തോഷിനെ നമുക്ക് ഒരുമിപ്പിക്കാൻ മേലേന്ന് ചോദിച്ചു. അത് കേട്ടപ്പോൾ വിക്രത്വം തോന്നി, അത് നല്ല കാര്യമാണെന്ന് തോന്നി. വേദ പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, വിക്രം മൈക്കിളച്ചനെ ഒന്ന് പോയി കണ്ട് സംസാരിക്കുക. മൈക്കിളച്ചനെ കൂട്ടി സന്തോഷിൻ്റെ അടുത്ത് എന്നിട്ട് വേണ്ട എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞു. ഒരു പക്ഷേങ്കിൽ അവരെ രണ്ടുപേരും ഒന്നിപ്പിക്കാൻ പറ്റുവാണെങ്കിൽ വിക്രം ചെയ്യുന്ന ഏറ്റവും നല്ലൊരു കാര്യമായിരിക്കും ഇത്. നമ്മൾ ഇങ്ങോട്ടേക്ക് വന്നതുപോലും ചിലപ്പോൾ അതിനാണോന്ന് പോലും എൻ്റെ മനസ്സിൽ ചില സംശയങ്ങളും കാര്യങ്ങളും ഉണ്ട്. ദൈവമായിട്ട് ചിലപ്പോൾ നിയോഗിച്ചാണെന്നും അറിയത്തില്ല. വിക്രം ചെയ്തൊരു തെറ്റ് തിരുത്താനായിട്ട് ഒരു അവസരം തന്നോണെന്നും അറിയില്ല. വിക്രത്തിന് ചിലപ്പം ഞാൻ പറയുന്ന ചില കാര്യങ്ങളൊക്കെ വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരിക്കും. ഞാനൊന്ന് പറഞ്ഞില്ലേ വിക്രത്തോട്, വിക്രം എൻ്റെ കഴുത്തിൽ താലിയാർത്തിയ ആ ഒരു ദിവസം ഉണ്ടല്ലോ, അന്നത്തെ ദിവസം എന്ന് പറഞ്ഞാൽ പ്രത്യേകതയുള്ളൊരു ദിവസമായിരുന്നു. അന്ന് താലി കെട്ടിയിട്ടുണ്ടെങ്കിൽ ഒരു കാരണവശാലും അവർ തമ്മിൽ വേർപിരിയില്ല എന്ന് പറഞ്ഞ് അതിന് ഉത്തമ ഉദാഹരണമായിരുന്നല്ലോ നമ്മൾ രണ്ടുപേരും. ശ്രീലക്ഷ്മിയുടെ സന്തോഷിനും കാര്യം എടുത്തു നോക്കിയേ, ശ്രീലക്ഷ്മി വേറെ വിവാഹം കഴിച്ചിട്ടില്ല, അതുപോലെ തന്നെ സന്തോഷവും. അന്ന് ആ താലി വലിച്ചു പൊട്ടിച്ച് വിക്രം അതിനുള്ള പ്രായച്ചിത്തം ചെയ്യണം എന്നൊക്കെ വിക്രത്തോട് പറയുന്നുണ്ട്. എല്ലാം കേട്ട് ഇനിയിപ്പം വിക്രം പറഞ്ഞു, എന്നെക്കൊണ്ട് പറ്റുന്ന എന്താണെന്ന് വെച്ചാൽ ഞാൻ ചെയ്യും, ഉറപ്പായിട്ടും ആരും ഒന്നിപ്പിക്കാൻ പറ്റുവാണെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്യാമെന്നൊക്കെ പറഞ്ഞു. പിറ്റേ ദിവസം ആയിക്കഴിഞ്ഞപ്പം വിക്രം അച്ഛനെ കാണാനായിട്ട് ചെല്ലുന്നുണ്ട്. അങ്ങനെ മൈക്കിളച്ഛനെ കണ്ട് മൈക്കിളച്ഛനോട് കാര്യങ്ങൾ പറയാണ്. എനിക്ക് അച്ഛനോട് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞു. അച്ഛൻ കാര്യം ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേനും വിക്രം കാര്യങ്ങൾ പറയണം. അപ്പം വിക്രത്തെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും തന്നെ അച്ഛൻ അറിയായിരുന്നു. ഈ കാര്യം പക്ഷെ അച്ഛൻ അറിയണ്ടായിരുന്നില്ല. അങ്ങനെ അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും അച്ഛൻ പറഞ്ഞു, എനിക്ക് തോന്നുന്നേ അവരെ രണ്ടുപേരും കൂടെ ഒന്നിപ്പിക്കണമെന്ന്. ഇത്രയും നാളുകളായിട്ട് അവരെ വേറിട്ട് കഴിയുമല്ലേ. അത് മാത്രമല്ല, ഒന്ന് ആലോചിച്ച് നോക്കി, അവരൊന്നാവാൻ വേണ്ടിയിട്ട് എത്രമാത്രം ത്യാഗങ്ങൾ സഹിച്ചെന്ന്. ഇനിയെങ്കിലും അവർ രണ്ടുപേരും കൂടെ ഒന്നിക്കണമെന്ന് പറഞ്ഞു. അല്ലച്ചോ, അത് പിന്നെ ഞാൻ തന്നെ വിചാരിച്ചിട്ടൊന്നും നടക്കുമെന്ന് തോന്നില്ല. അച്ഛനൊന്ന് വന്ന് സന്തോഷിനോടൊന്ന് സംസാരിക്കുമോ? അച്ഛൻ പറഞ്ഞു, അതിനെന്താ ഞാൻ വരാം, പക്ഷെ അതിനു മുമ്പ് ഞാനൊന്ന് പ്രാർത്ഥിച്ചോട്ടെ എന്ന് പറഞ്ഞു. അച്ഛൻ അത് പിന്നീട് പ്രാർത്ഥിക്കുന്നുണ്ട്. പ്രാർത്ഥനയ്ക്ക് ശേഷം വിക്രത്തെയും കൂട്ടി ഇറങ്ങുന്ന സമയത്താണ് ഗീവർഗീസ് അങ്ങോട്ട് വരുന്നത്. അങ്ങനെ ഗീവർഗീസ് വന്നു കഴിഞ്ഞപ്പോൾ അച്ഛൻ ഗീവർഗീസിനോട് പറഞ്ഞു, അതെ നമുക്ക് മാനേജർ ബംഗ്ലാവ് വരെ ഒന്ന് പോകണമെന്ന് പറഞ്ഞു. എന്താ വെച്ചോ കാര്യം എന്ന് വെച്ചു. കാര്യങ്ങളൊക്കെ അവിടെ ചെന്നിട്ട് പറയാമെന്ന് പറഞ്ഞു. അങ്ങനെ ഗീവർഗീസും വിക്രവും പിന്നീട് വേദയും കൂടെ കൂട്ടുന്നുണ്ട്. അങ്ങനെ അവരെല്ലാവരും കൂടെ ബംഗ്ലാവിലേക്ക് ചെല്ലുവാണ്. സന്തോഷ് അച്ഛനെ കണ്ടു കഴിഞ്ഞും പറഞ്ഞു, ബാച്ച കയറി ഇരിക്കാനൊക്കെ പറഞ്ഞു. അങ്ങനെ അവർ തമ്മിൽ സംസാരിക്കുന്നുണ്ട്. സംസാരിക്കുന്ന സമയത്ത് സന്തോഷിനോട് അച്ഛൻ ആ കാര്യങ്ങളൊക്കെ കുറിച്ചൊക്കെ പറയുന്നത്. വിക്രം എന്നെ വന്ന് കണ്ടിട്ടുണ്ടായിരുന്നു, നടന്ന കാര്യങ്ങളൊക്കെ എന്നോട് പറഞ്ഞായിരുന്നു. അതെല്ലാം കേട്ട് കഴിഞ്ഞപ്പം എനിക്കൊരു കാര്യം തോന്നി. എന്താണെന്നറിയാവോ, ഒന്നിക്കേണ്ടവർ തമ്മിൽ ഒന്നിക്കണമെന്ന്. ഇത്രയും നാളും നിങ്ങൾ അകന്നു കഴിഞ്ഞില്ലേ, ചിലപ്പോൾ ഇതായിരിക്കും അതിന് പറ്റിയൊരു അവസരം. അത് കേട്ടപ്പോൾ സന്തോഷം പറഞ്ഞു, ഇനി ഞാൻ ശ്രീലക്ഷ്മി ഒന്നിക്കില്ലച്ചോ. കാരണം അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അവളുടെ ജീവൻ ആപത്താണ്. എനിക്ക് എന്ത് സംഭവിച്ചാലും എനിക്ക് പ്രശ്നമില്ല, പക്ഷെ അവൾക്കൊരു പോറൽ പോലും സംഭവിക്കാൻ എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞു. എനിക്ക് ചിന്തിക്കാൻ പറ്റുന്നതിൽ അപ്പുറത്തെ കാര്യം അത് മാത്രമല്ല, അവളുടെ വീട്ടുകാരെ ഒരു പക്ഷേ അവളെ ഇല്ലാതാക്കി കളയുമെന്ന് പറഞ്ഞു. അച്ഛൻ പറഞ്ഞു, അങ്ങനെയൊന്നും ഉണ്ടാകത്തില്ല. ഒരു കാര്യം ചെയ്യാം, ശ്രീലക്ഷ്മിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞങ്ങളെ കൊണ്ട് പറ്റുന്ന രീതി ഞങ്ങൾ ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോഴേക്കും സന്തോഷം പറഞ്ഞു, അത് അപകടമാണ് അച്ചോ. കാരണം ഞാനും അവളും തമ്മിലുള്ള ബന്ധങ്ങളും കാര്യങ്ങളൊക്കെ വിച്ഛേദിച്ച് കളഞ്ഞിരിക്കുകയാണ്. അവളുടെ വീട്ടുകാർ അവളുടെ
അമ്മാവന്. കാരണം പിള്ളയാണ്, അയാളുടെ രാഷ്ട്രീയ നേതാവാണ്, അയാളാണ് ഇതിൻ്റെ പിന്നിൽ, അയാളാണ് സന്തോഷിനെ ഇല്ലാതാക്കാനായിട്ട് കൊട്ടേഷനൊക്കെ കൊടുത്തത്. സന്തോഷിനെ ഗുണ്ടകളൊന്ന് ആക്രമിച്ച് സന്തോഷിൻ്റെ കാല് ആ പരുവാക്കി കളഞ്ഞ് എഴുന്നേറ്റ് നടക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിലേക്ക് ആക്കി മാറ്റിയതൊക്കെ. ആ സമയം വേദ പറഞ്ഞു, സന്തോഷേ, ഒരു പക്ഷേ ഇതൊരു നല്ല നിമിത്തമാണെന്ന് എനിക്ക് തോന്നുന്നേ. ഞാനും വിക്രവും ഇങ്ങോട്ടേക്ക് വരാനും സന്തോഷിനെ കാണാനും എല്ലാ സാഹചര്യം ഉണ്ടാക്കി ചിലപ്പം ദൈവത്തിൻ്റെ ഒരു കടാക്ഷം കൊണ്ടായിരിക്കും. നിങ്ങൾ രണ്ടുപേരും ഒന്നിക്കണം എന്നായിരിക്കും. ഇത്രയും നാളും അകന്നു കഴിഞ്ഞില്ലേ? വിക്രം പറഞ്ഞു, അതെ, ഇവരെ രണ്ടുപേരെയും കൂടി എനിക്ക് ഒന്നിപ്പിക്കണം, എങ്കിൽ മാത്രമേ എൻ്റെ മനസ്സിനൊരു സമാധാനം ഉണ്ടാകത്തുള്ളൂ എന്ന് പറഞ്ഞു. പിന്നീട് അച്ഛൻ പറഞ്ഞു, അങ്ങനെ ഒരു കാര്യം ചെയ്യാം, എന്നെ കൊണ്ട് പറ്റുന്ന പോലെയൊക്കെ ഞാൻ ഹെൽപ്പ് ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു പുതിയ പ്ലാനുകളും കാര്യങ്ങളൊക്കെ തയ്യാറാക്കുന്നുണ്ട്. വിക്രം പറഞ്ഞു, എന്ത് വേണമെന്ന് അച്ഛൻ പറഞ്ഞാൽ മാത്രം മതി, ശ്രീലക്ഷ്മിനെ കൂട്ടിക്കൊണ്ടുവേണം ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടുവരാം. കാരണം വിക്രത്തിന് അതൊരു പേടിയുള്ള കാര്യമല്ല. തട്ടിക്കൊണ്ടുവരിക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിക്രത്തെ സംബന്ധിച്ചിടത്തോളം ഈസി ആയിട്ടുള്ള കാര്യമാണ്. പക്ഷേങ്കിൽ ഇപ്പം ഇത്രയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് മാത്രം അല്ലായിരുന്നെങ്കിൽ വിക്രം എത്രയും പെട്ടെന്ന് തന്നെ കാര്യങ്ങളൊക്കെ നടത്തിയാനും. അതിനുശേഷം വിക്രം പറഞ്ഞു, അതെ, ഒരു കാര്യം ഞാൻ പറയാം, സന്തോഷം എന്നെ തെറ്റിദ്ധരിക്കില്ലെങ്കിൽ. അത് കേട്ടപ്പോൾ സന്തോഷം പറഞ്ഞു, പറ വിക്രം, കാര്യം എന്താ? അല്ല, ഞാൻ ചെയ്തു പോയൊരു തെറ്റാ. ഒരു പക്ഷെ അന്ന് ഞാൻ ആ താലി വലിച്ചു പൊട്ടിച്ച് നിങ്ങളെ രണ്ടുപേരെയും വേർപ്പെടുത്തിയില്ലായിരുന്നെങ്കിൽ നിങ്ങൾ എവിടെയായാലും പോയി നല്ല സന്തോഷമായിട്ട് ജീവിച്ചാനും. പക്ഷെ കുറ്റം മുഴുവൻ എൻ്റെ കയ്യിലാണ്, എന്നോട് ക്ഷമിക്കണം. പിന്നെ നിങ്ങളെ രണ്ടുപേരും ഒന്നിപ്പിക്കാനായിട്ട് ഒരവസരം എനിക്കായിട്ട് തരണം, ഞാൻ ചെയ്തോളാം. ശ്രീലക്ഷ്മി കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി ഞാൻ കൂട്ടിക്കൊണ്ടു വന്നോളാം. പിന്നെ ബാക്കി കാര്യം ഞാൻ ഏറ്റോളാം. ഇതിൻ്റെ പിന്നിൽ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടായാലും അതൊക്കെ ഞാൻ ഏറ്റോളാം എന്ന് പറഞ്ഞു. അത് കേട്ടത് സന്തോഷം പറഞ്ഞു, ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല, പക്ഷേങ്കിൽ അച്ഛൻ പറഞ്ഞു, ഒരു പക്ഷേങ്കിലും ഇല്ല, സ്നേഹിക്കുന്നവരെ തമ്മിൽ കൂട്ടി യോജിപ്പിക്കണം എന്നാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ രണ്ടുപേരും തമ്മിൽ ഒന്നാക്കുന്നതിൽ എനിക്കൊരു പ്രശ്നമില്ല. ചില സമയത്ത് തിന്മയൊക്കെ നന്മകളായിട്ട് വരും. അതുപോലെ ഒന്നാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. വിക്രം ഒരു തിന്മ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നീട് വിക്രത്തിന് തോന്നി അത് നന്മയാക്കി മാറ്റണം തോന്നി. അതുകൊണ്ടാണ് വിക്രം ഇങ്ങനെ ഒരു തീരുമാനമായിട്ട് ഇപ്പോൾ വന്നിരിക്കുന്നത്. സന്തോഷിനെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുന്നുണ്ട്. ഒടുവിൽ മൈക്കിളച്ചനും ഗീവറീസും വേദയും വിക്രവും ഒക്കെ അവിടെ നിന്ന് ഇറങ്ങണ സമയത്ത് ഗീവറീസ് പറഞ്ഞു, അതെ അച്ചോ, എന്ത് വേണമെന്ന് എന്നോട് പറഞ്ഞാൽ മതി, ഞാൻ വേണ്ടതൊക്കെ ചെയ്തു വന്നോളാം. എന്നെക്കൊണ്ട് പറ്റുന്ന സഹായം ഞാനും ചെയ്തുതരാം. പണ്ട് തൊട്ടേ അയാൾ പരോപകാരി എന്ന് അറിയപ്പെടുന്നേ, ആർക്കെന്ത് സഹായം വെള്ളം ചെയ്തു കൊടുക്കുകയും ചെയ്യും. അപ്പോഴേക്കും അച്ഛൻ പറഞ്ഞ്, കേട്ടിടത്തോളം അത്ര എളുപ്പമുള്ള കാര്യമൊന്നും അല്ലത്. കാരണം ഈ പറയുന്ന രാഷ്ട്രീയ നേതാവ് പിള്ള, അയാൾ വെറുതെ ഇരിക്കുമെന്ന് തോന്നുന്നുണ്ടോ ആ പെണ്ണെ തട്ടിക്കൊണ്ട് വന്നിട്ടുണ്ടെങ്കിൽ? വിക്രം പറഞ്ഞു, അതെനിക്കറിയാം അച്ചോ, പക്ഷേ ഞാനായിട്ട് പൊട്ടിച്ചെറിഞ്ഞ് താലി അത് ഞാനായിട്ട് കൂട്ടിയിണക്കണം, അവരെ രണ്ടുപേരെ ഒന്നാക്കണം, അതെൻ്റെ ഒരു വലിയ ആഗ്രഹം തന്നെയാണെന്ന് പറഞ്ഞു. ഇനി അതിന് വേണ്ടിയിട്ടായിരിക്കും ഞാൻ പ്രയത്നിക്കുന്നതെന്ന് പറഞ്ഞു. വേദയ്ക്കും ഇതേ അഭിപ്രായം തന്നെയായിരുന്നു, അവരെ രണ്ടുപേരും ഒന്നാക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ അവർ പുതിയ പ്ലാനുകളും കാര്യങ്ങളൊക്കെ തയ്യാറാക്കുന്നുണ്ട്. ഈ സമയത്ത് കമല മാഷിൻ്റെ അടുത്തേന്ന് സങ്കടം പറയുന്നുണ്ട്. മാഷെ, ഇതുവരെയായിട്ടും വേദയും വിക്രത്തെക്കുറിച്ചൊരു വിവരമില്ലോ, അവരെവിടെ എന്താണെന്നും അറിയത്തില്ലോ, എനിക്ക് ആകെപ്പാടൊരു പേടി തോന്നുന്നുണ്ട്, ഇനി അവർക്ക് എന്തെങ്കിലും അപകടം സംഭവിക്കുമെന്നൊക്കെ. മാഷ് പറഞ്ഞു, നീ ഒന്നുകൊണ്ടും പേടിക്കണ്ട, വേദയുണ്ടല്ലോ കൂടെ, അവൾ എന്താണെങ്കിലും വിക്രത്തെ കൈവിടില്ല, അവർക്കൊന്നും സംഭവിക്കില്ല, അവർ രണ്ടുപേരും എവിടെയെങ്കിലും സേഫ് ആയിട്ടുണ്ടായിരിക്കും എന്നൊക്കെ പറഞ്ഞ് കമലയെ സമാധാനിപ്പിക്കണം. പക്ഷേ കമലയ്ക്ക് നല്ല വിഷമമുണ്ടായിരുന്നു. കാരണം ഇത്രയൊക്കെ ആയിട്ടും ഒരു കോള് പോലും വന്നിട്ടില്ല. വേദയെ വിളിച്ചിട്ടില്ല, വിക്രവും വിളിച്ചിട്ടില്ല. ഇനിയിപ്പോൾ വല്ല അപകടം സംഭവിച്ചുകൊണ്ടാണോ അങ്ങനെയൊക്കെ വിളിക്കാതിരിക്കുന്നതെന്നൊരു ചിന്ത. മാഷ് പക്ഷെ സമാധാനിപ്പിച്ചു, അങ്ങനെ അപകടമൊന്നും ഉണ്ടാകത്തില്ല, അപകടം ഉണ്ടായാൽ നമ്മളറിയുമല്ലോ. പിന്നെ വാസവനായിരുന്നല്ലോ എതിരാളിയായിട്ടുണ്ടായിരുന്നേ, ഇപ്പോൾ വാസവനും മാറ്റമുണ്ട്, അതുകൊണ്ട് ഇനി വാസവനൊന്നും ചെയ്യത്തില്ല. പിന്നെ മറിഞ്ഞിരിക്കുന്ന ഏതെങ്കിലും എതിരാളി കാണും, അവർക്ക് എന്നാലും പെട്ടെന്നൊന്നും വേദയും വിക്രത്തിന് ഒന്നും ചെയ്യാനായിട്ട് സാധിക്കില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ട് നീ ധൈര്യമായിട്ടിരിക്കാനൊക്കെ പറഞ്ഞിട്ട് കമലയെ ആശ്വസിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നോട് നിർത്തുന്നു.